എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇന്നൊരു ചെറിയ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നേരം ഏകദേശം 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ കൺസോൾട്ടേഷനായി ഒരുപാട് പേര് താഴത്തേക്ക് അതാ പോയിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നെന്ന് വിചാരിച്ച് ട്രേഡ് എടുത്ത് നഷ്ടം സംഭവിച്ചൊരു ഒത്തിരിയാണ്. പക്ഷേ ആ ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ തന്നെ സുന്ദരമായ ഒരു റിക്കവറി നടത്തുന്നതായാണ് നമ്മൾ കണ്ടത്. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും. നിഫ്റ്റി 24,595 വരെ പോയെങ്കിലും പിന്നെ അവിടെ നിന്ന് കുറേശ്ശെയായിട്ട് താഴത്തേക്ക് സൈഡ് വേസിലൂടെ ഒരു ഭയങ്കരമായ സൈഡ് വേസാണ് സംഭവിച്ചത്. രാവിലത്തെ ആ ഒരു ഫാസ്റ്റ് മൂവിങ്ങിന് ശേഷം ഫുള്ളി ഒരു സൈഡ് വേസ്. ഇത്തരം സൈഡ് വേസിൽ നമുക്ക് ഒരിക്കലും ട്രേഡ് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്ന്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് സംഭവിച്ചത്. ബാങ്ക് നിഫ്റ്റിയേക്കാളും ഒന്നുകൂടെ ഉഷാറായി മുകളിലേക്ക് പോയെങ്കിലും കൂടെ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഗംഭീര കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. ആർക്കും ട്രേഡ് കൊടുത്തില്ല എന്നുള്ളതാണ്. അതൊക്കെ ബഡ്ജറ്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഓരോ നീക്കുപോക്കുകളായിട്ട് വേണം നമുക്ക് കരുതാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് 52,760 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് എടുത്തു പോകുക എന്നാണ്. 52,760 നോക്കൂ, ഇവിടെയാണ്. പക്ഷേ ഇതിന് മുകളിലേക്ക് പോയിട്ടില്ല. അതേപോലെ താഴത്തേക്കാണെങ്കിൽ 52,000 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ നമുക്ക് താഴത്തേക്കും എടുത്തു പോകാം എന്ന് പറഞ്ഞു. പക്ഷേ കണ്ടോ, ഒന്നും സംഭവിച്ചിട്ടില്ല. വെറും സൈഡ് വേ. ഇത്തരത്തിൽ സൈഡ് വേ നടക്കുമ്പോൾ നമുക്ക് തീർച്ചയായും വിചാരിച്ചിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത ദിവസങ്ങളിലൊരു ഹ്യൂജ് റാലി, ഒന്നുമില്ലെങ്കിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക്. മുകളിലേക്ക് പോകാനുള്ള സാധ്യതയല്ല. കാരണം മാർക്കറ്റ് വെരി ഹൈയിലാണുള്ളത്. ഇനിയിപ്പോൾ ഈ ലോട്ട് സൈസൊക്കെ കുറയ്ക്കണം വീണ്ടും എന്നുള്ള ഒരു തീരുമാനം വരും. പക്ഷേ അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് മുകളിലേക്ക് പരമാവധി പോകാൻ സാധ്യതയല്ല. ഇനി കുറേശ്ശെയായി താഴത്തേക്ക് തന്നെയാണ് വരാനുള്ള മുന്നൊരുക്കങ്ങളായിട്ടാണ് നമുക്ക് കാണേണ്ടത് ഇതിന്. ഓക്കെ, അതുപോലെ തന്നെ നിഫ്റ്റിയുടെ കാര്യം എടുത്താലും നിഫ്റ്റിയിൽ നമ്മൾ 24,850 മുകളിൽ 24,850 മുകളിലാണ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് എടുത്ത് പോകാം എന്ന് പറഞ്ഞത്. പക്ഷേ നോക്കൂ എവിടെയാണുള്ളത്. അതേപോലെ തന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ 24,465. മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തത് ഇതിന് താഴെയാണ്. പിന്നീട് അവിടെ നിന്നോട്ട് ഒരു റിക്കവറിയാണ് തന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഇതിനെ ക്ലോസ് ചെയ്ത് താഴത്തേക്ക് വന്നിട്ടില്ല. ഇതിലും ഒരു നല്ല സൈഡ് വേ തന്നെയായിരുന്നു, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ മാർക്കറ്റ് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് താഴെയും പോകാം മുകളിലും പോകാം, സൈഡ് വേയിലൂടെയും നീങ്ങാം. താഴത്തേക്ക് നാളെ പോകും അല്ലെങ്കിൽ മുകളിലേക്ക് പോകും എന്ന് വിചാരിച്ച് നമ്മൾ ഒരു വശത്തേക്ക് ഒരിക്കലും ട്രേഡ് എടുത്ത് കാത്തിരിക്കരുത് എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ പൊരുൾ. പക്ഷേ മറ്റൊരു കാര്യം, ഇന്നലെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ 15 മിനിറ്റ് ക്യാൻഡിലിനെ ബേസ് ചെയ്തുകൊണ്ട് അത് 15 മിനിറ്റ് കഴിഞ്ഞാൽ അതിനെ 5 മിനിറ്റിലേക്ക് മാറ്റി ആ 15 മിനിറ്റിൻ്റെ ഹൈയോ ലോവോ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുത്ത് പോകാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, നോക്കൂ, ഇവിടെ 24,445 ഓപ്പൺ ചെയ്ത് 24,469 470 ക്ലോസ് ചെയ്തു. 469.70 ക്ലോസ് ചെയ്തു. നമ്മൾ അതിനുശേഷം അതിനെ 5 മിനിറ്റിലേക്ക് മാറ്റി. 5 മിനിറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ, എത്രാമത്തെ ക്യാൻഡിൽ നോക്കൂ, 1 2 3, ഇത് 3 5 മിനിറ്റ്, 4ാമത്തെ 5 മിനിറ്റ്, അതായത് 9:35 മിനിറ്റിലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഇവിടെ നിന്ന് നമുക്ക് എൻട്രി ലഭിച്ചു. ഞാൻ എടുത്ത ട്രേഡിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് എന്തിനാണ് കാണിക്കുന്നത്, നിങ്ങൾ ഈ ഒരു കമൻ്റ് ഒന്ന് വായിക്കണം. നിങ്ങൾ വായിച്ച് നോക്കിയാലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു സെക്കൻഡ് ഞാൻ അതിനെ റെഡ്യൂസ് ചെയ്യട്ടെ. ഓക്കെ, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, കമൻറ്റ് ബോക്സിൽ ഇത് വാക്കുകൊണ്ട് നീന്തൽ പഠിക്കുന്ന പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത്. കളത്തിൽ ചാടിയാൽ അറിയാം ഒന്ന്, കേട്ടോ, നോക്കിക്കോളൂ. ബൈ മാർക്കറ്റിൽ പ്രഡിക്ഷൻ അക്യൂറസി എന്ന ഒന്നില്ല. മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഘടകങ്ങൾ. അതൊക്കെ കുഴപ്പമില്ല. നോക്കൂ, ഇനി വരുന്ന മെസ്സേജ്
കൺസിസ്റ്റൻ്റായി പറ്റില്ല. എന്തിനാണ് ആൾക്കാർക്ക് മോഹങ്ങൾ കൊടുക്കുന്നത്? നിങ്ങളെപ്പോലെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർ മൂലമാണ് സെബിയെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, അതൊന്ന്. ആളുകളെ എന്തിനാണ് പറ്റിക്കുന്നത്, എന്തിനാണ് ആൾക്കാർക്ക് മോഹങ്ങൾ കൊടുക്കുന്നത് എന്നാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കമൻറ്റിൽ ഞാൻ കണ്ടത്, എന്തിനാണ് ആളുകളെ പറ്റിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അയാൾ. ആ കമൻറ്റ് ഇന്ന് ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടതുകൊണ്ട് ഇനിയിപ്പോൾ അയാൾ ഡിലീറ്റ് ചെയ്തോന്നറിയില്ല. ഓക്കെ, ഏതായിരുന്നാലും എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നിങ്ങൾ അനാവശ്യമായിട്ട് ഇത്തരം കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട് ട്രേഡ് എടുത്ത് 10 രൂപ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന പാവം സാധുക്കളായ ട്രേഡർമാർക്ക് ആ പ്രോഫിറ്റാണ് നഷ്ടപ്പെടുക. ഓക്കെ, ആ പ്രോഫിറ്റ് നഷ്ടപ്പെടാൻ നിങ്ങൾ കാരണമാകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. നിങ്ങൾ ഇത് ചെയ്ത്, ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടു, ഇത് പരീക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ഇത് പറയുകയാണെങ്കിൽ അതിനൊരു യാഥാർത്ഥ്യമുണ്ട്, ഒരു രസമുണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിനൊരു രസമുണ്ട്. ഇത് നിങ്ങൾ ഇതൊന്നും അറിയാതെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ ആളുകളെ പറ്റിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്തിനാണ് തൊള്ളേ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കാരണം എത്ര ആളുകൾ ചിലപ്പോൾ അതിൽ നിന്ന് വേർതിരിഞ്ഞിട്ടുണ്ടാവും. നോക്കൂ, ഞാനെടുത്ത സ്ട്രൈക്ക് നിഫ്റ്റി 24,400 നമുക്ക് അതൊന്ന് നോക്കാം. 24,400. ഓക്കെ, 15 മിനിറ്റ് ക്യാൻഡിലേക്ക് ആക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാൻ 271 എടുത്തത്. നോക്കൂ, 271 എടുത്തു. ഇവിടെ നിന്ന് എത്ര പോയി? 273 തന്നെ വെച്ചോളൂ. 74 പോയിൻ്റ്. എത്ര? 70 പോയിൻ്റ് വെച്ചോളൂ. 70 പോയിൻ്റ് മുകളിലേക്ക് പോയി. സ്ട്രൈക്കിലാണ് പറയുന്നത്. ഒരു ലോട്ട് എടുത്തു. ഞാൻ ആദ്യം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടോളൂ. ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ചാനലിൽ. ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ 1:5 വരെ പോയി എന്നുള്ളതാണ്. 1:4 വരെ പോയി ഈ സ്ട്രൈക്ക്. പക്ഷേ എനിക്ക് 1000 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് ആയതിനു ശേഷം, 1200 രൂപയോളം പ്രോഫിറ്റ് ആയതിനു ശേഷം മാർക്കറ്റ് താഴത്തേക്ക് വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് മെയിൻ്റെനൻസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. സ്റ്റോപ്പ് ലോസ് ഇട്ടായി. എനിക്ക് 800 രൂപയ്ക്ക് താഴെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഞാൻ 1:4 എന്ന് വിചാരിച്ച് ആ സമയത്ത് ഇവിടെ എനിക്ക് ബുക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഞാനിത് ഈ പറഞ്ഞ വ്യക്തികൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഹോൾഡ് ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് 1:4 ഒക്കെ ആരാണ് അത്ര നേരം ഹോൾഡ് ചെയ്യുക? ഞാൻ പരമാവധി ഏതുവരെ പോകുമെങ്കിൽ പോകുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അത് ഹോൾഡ് ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്തിനാണ് വെറുതെ ഇത്തരത്തിലുള്ള ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നത്? ഞങ്ങളൊക്കെ ഇത് ഒരുപാട് കാലമായി മാർക്കറ്റിൽ തലകുത്തി മറിഞ്ഞിട്ട് എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ പഠിച്ചെടുത്തതാണ്. മനസ്സിലായില്ലേ? ചെറിയ കാര്യങ്ങൾ, ഇതൊന്നും വലിയ ആനക്കാരിയല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതിനേക്കാളൊക്കെ വലിയ വലിയ ട്രേഡർമാരും വലിയ വലിയ ബുദ്ധിജീവികളൊക്കെ ഈ മാർക്കറ്റിലുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള ഒരു അവകാശവാദങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ചെറിയ ചെറിയ സ്ട്രാറ്റജികൾ നമ്മൾ ചെയ്ത് വിജയിക്കും എന്ന് തോന്നിയത്, അല്ലെങ്കിൽ വിജയിച്ച ആ സ്ട്രാറ്റജികൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിലാരെങ്കിലും എടുത്തിട്ട് രക്ഷപ്പെടുകയാണെങ്കിൽ പെടട്ടെ. അല്ലാതെ ഇപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ എത്ര ആൾ കണ്ടു? ഈ വീഡിയോ 3000 ആളുകളാണ് കണ്ടിട്ടുള്ളൂ. എനിക്ക് എന്താണ് ഇപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുക? അത് തന്നെ ഇപ്പോൾ എനിക്ക് മോണിറ്റൈസേഷനായിട്ട് ഒരു 4 ദിവസം 5 ദിവസം ആയിട്ടുള്ളൂ. അത് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട് പറയണമെന്ന് വിചാരിച്ചാണ്, പിന്നീട് അത് മറന്നുപോയതാണ്. സാന്ദർഭികമായിട്ട് ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ കമൻ്റ് ഇടുന്നതിന്, നെഗറ്റീവ് കമൻ്റ് ഇടുന്നതിനൊന്നും എനിക്ക് യാതൊരു വിരോധവുമില്ല, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് മറ്റുള്ളവർക്ക് ഏത് തരത്തിലാണ് ബാധിക്കുക എന്നാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഇനി ഞാൻ കൂടുതലായി പറയുന്നില്ല. ഇനി നമുക്ക് നാളേക്ക് നിഫ്റ്റിയിൽ ഏത് ലൈൻ സപ്പോർട്ട്, ഏതാണ് റെസിസ്റ്റൻസ്, ഏതാണ് സപ്പോർട്ട് എന്നുള്ളത് നോക്കാം. എവിടെ ക്രോസ് ചെയ്താലാണ് നമുക്ക് മുകളിലേക്ക് എടുത്തു പോകുക, എവിടെ ക്രോസ് ചെയ്താലാണ് താഴേക്ക് എടുത്തു പോകുക എന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് ആദ്യം നിഫ്റ്റിയെ തന്നെ നോക്കാം. നിഫ്റ്റി 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ വേണ്ട, നമുക്ക് 1 അവർ ടൈം ഫ്രെയിം മാത്രം നോക്കിയാൽ മതി. നമുക്ക് നാളെ ഇൻട്രാഡേ ചെയ്യാനുള്ളതാണല്ലോ. അതുകൊണ്ട് 1 അവർ ടൈം ഫ്രെയിമിൽ മാത്രം നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയ 24,830
ഇതിന് മുകളിൽ നാളെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. കൂടുതൽ പോയിൻ്റുകൾ പ്രതീക്ഷിക്കേണ്ട. മാർക്കറ്റ് ആൾ ടൈം ഹൈയിലാണുള്ളത്. അതുകൊണ്ട് പരമാവധി കിട്ടുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് അത് സന്തോഷമായിട്ടിരിക്കുക. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ലോ 24,360. ഓക്കെ, ഇതിന് താഴെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് താഴേക്കും എടുത്തു വരാവുന്നതാണ്. ഓക്കെ, ഇതാണ് നിഫ്റ്റി. ഓക്കെ, ഇനി അടുത്ത ബാങ്ക് നിഫ്റ്റി നമുക്ക് പറയുകയാണെങ്കിൽ ഇത് ഈ 2 ലൈന് ഞാൻ മായ്ക്കട്ടെ. ഇതിൽ 1 അവർ ടൈം ഫ്രെയിമിൽ തന്നെ നോക്കാം. 52,000 ഈ ഒരു ലൈനിൽ 52,770 മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. ബാങ്ക് നിഫ്റ്റി പിന്നെയും കുഴപ്പമില്ല, ഒരു ചെറിയ റാലിക്കുള്ള പ്രതീക്ഷകളുണ്ട്. കാരണം ഇനിയും നമുക്ക് മുകളിലേക്ക് പോകാം. ഏകദേശം 2,000 പോയിൻറ്റോളം മുകളിലേക്ക് ഇനിയും ബാങ്ക് നിഫ്റ്റി പോകാനുണ്ട്. പക്ഷേ നിഫ്റ്റി ഇനി താഴേക്ക് ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ബാങ്ക് നിഫ്റ്റി കൂടെ എത്രത്തോളം അതിനനുസരിച്ച് പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇന്നിപ്പോൾ ഞാൻ ആ സ്ട്രൈക്കിലെടുത്ത് 1,400-1,500 രൂപയോളം പ്രോഫിറ്റായി, 1:4 പ്രോഫിറ്റായി. പക്ഷേ അത് മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ ഞാൻ അതിനെ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്ത് വന്നുകൊണ്ട് എനിക്ക് 750 രൂപ എന്തേ കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അധികം കൂടുതൽ വെക്കേണ്ട, ഒരു ചെറിയ പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 1:2 വെച്ചോളൂ. അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇത് ഇന്നത്തെ താഴെ 51,000 ഇവിടെ ഈ സ്വിങ്ങിൽ വെച്ചാൽ മതി. 51,760 ഇതിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് താഴെയും എടുത്തിട്ട് പോകാവുന്നതാണ്. ഈ കാര്യങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നാളെ നമുക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്യാം. ഇനി നമുക്ക് ഇന്നലെ തന്ന 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഒന്ന് ഇമാമി ലിമിറ്റഡ് ആണ്. 814 ബൈ എൻട്രി നമ്മൾ പറഞ്ഞിരുന്നത്. നോക്കൂ, ഇന്ന് 19/22 ജൂലൈ ഓപ്പൺ ചെയ്തത് 822 പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 817 ലോ ക്രിയേറ്റ് ചെയ്തെങ്കിലും അത് നമുക്ക് 814 വരെ വന്നില്ല. അതേസമയം മൂന്നാമത്തെ ക്യാൻഡിൽ 15 മിനിറ്റിലെ മൂന്നാമത്തെ ക്യാൻഡിൽ 809 വരെ വന്നു. 809 വരെ വന്നു. 822 അതിൽ നിന്ന് 809 വരെ വന്നു. പിന്നീട് 812, 814 അങ്ങനെ താഴേക്കാണ് വന്നത്. എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും. ഇതിലൊരെണ്ണത്തിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാൻ സാധ്യത ഉണ്ട്. രണ്ടാമത്തേത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ 2,728 നമ്മൾ എൻട്രി പറഞ്ഞത്. 2,728 ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 2,744 നമുക്കതിലൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ഒരെണ്ണത്തിൽ നമുക്ക് പ്രോഫിറ്റും ലഭിച്ചിട്ടുണ്ട്. ഇനി നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്ന് അംബുജ സിമൻ്റ് ആണ്. അംബുജ സിമൻ്റ് ഈ ഒരു ലൈന് ക്രോസ് ചെയ്താൽ 692 എൻട്രി എടുത്ത് പോകാം. 689 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 696, 699 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് പരമാവധി മൈനസ് ചെയ്ത് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് 361 ആണ്. 361 നമുക്കൊരു ബൈ എൻട്രി ആണ്. മാർക്കറ്റ് നാളെ ഡൗൺ സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, 1002 നമുക്ക് നാളെ ഇവിടെ നിന്ന് 1002 ട്രേഡ് എടുക്കാം. 1002 ഈ ഒരു ലൈന് 1000 ക്രോസ് ചെയ്താൽ 1002 എടുക്കാം. 995 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1009, 1013, 1016 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.